Hi, good evening to all. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Yeah, good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. മാം ഞാൻ കുറച്ച് ദിവസം ഇല്ലായിരുന്നു. ചോറ്റാനിക്കരയില് ഭജന ഇരിക്കാൻ പോയിരുന്നു. അപ്പൊ പോർഷൻസ് ഒക്കെ എവിടം വരെ എത്തി? മാം എന്തെന്നാ എടുക്കുന്നത്? എന്ത് വിഷയം എടുക്കുന്നത്? എവിടം വരെ എത്തി? ഏത് യൂണിറ്റാ? ഒന്ന് പറയാം. എൻ്റെ പേര് ശരണ്യ. ഓക്കെ, Okay, ma'am. ഓക്കെ. മാമിന്റെ ഫസ്റ്റ് ക്ലാസ് ആണോ മാം? എന്തോ? മാമിന്റെ ഫസ്റ്റ് ക്ലാസ് ആണോ? അതെ അതെ, ഫസ്റ്റ് ക്ലാസ് ആണ്. Good evening, മാം ma'am. എന്താ എടുക്കുന്നത്? ഇംഗ്ലീഷ് ആണോ? ടീച്ചർ വേറെ മിസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് 4 മൊഡ്യൂൾ ഉണ്ടെന്ന് അറിയാം അല്ലേ? അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിലെ ചൈൽഡ് വെൽഫെയർ, ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് യൂണിറ്റ്. ഓക്കെ, പക്ഷെ ഒന്നുകൂടെ പറയാമോ? ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയോ? ഓക്കെ. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ യൂണിറ്റ് 1 ലാസ്റ്റ് ചാപ്റ്റർ ചൈൽഡ് വെൽഫെയർ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ മാം, ക്ലിയർ ആയിട്ടോ. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so before that we have prayer, right? You miss. ആരാണ് prayer? Good evening, ma'am. Hello. ഹലോ, prayer. ക്ലിയർ ആയില്ല, മ്യൂട്ട് ചെയ്യാവോ? ഹലോ, ഞാൻ ലക്ഷ്യാണ്. ഞാൻ പറയാം. Good evening, ma'am. പേര് ക്ലിയർ ആയില്ല. ഓക്കെ, അലോഷ്യ. അലോഷ്യ. ഓക്കെ, അലോഷ്യ. ചൊല്ലട്ടെ മാം. ഓക്കെ, carry on. Lord, you are more precious than silver. Lord, you are more costly than gold. Lord, you are more beautiful than diamond, and nothing I desire compares with you. Thank you, ma'am. Okay, അലോഷ്യ. Thank you all, friends. Okay. Good evening, ma'am. Yeah, good evening, Jinsi. ചൈൽഡ് വെൽഫെയർ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക് ആണല്ലേ? ഒരു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ. നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, Okay, ma'am. എന്താണ് ചൈൽഡ് വെൽഫെയർ? ചൈൽഡ് വെൽഫെയർ അറിയാവുന്നവർ പറഞ്ഞോളൂ, അറിയാത്തവർ ശ്രദ്ധിച്ചു കേട്ടിരുന്നോളൂ കേട്ടോ. എന്താണ് ചൈൽഡ് വെൽഫെയർ? എനിപ്പടി എന്താ ആരും ഒന്നും മിണ്ടാത്തെ? എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, Providing education. സോറി, Providing education. എഡ്യൂക്കേഷൻ മാത്രാണോ ചൈൽഡ് വെൽഫെയർ? അല്ല, കുട്ടികളുടെ ആയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വെൽഫെയർ പെടില്ലേ മാം? എഡ്യൂക്കേഷൻ. അതെ, വെരി ഗുഡ്. The, എഡ്യൂക്കേഷൻ ദെൻ the upliftment of children. വെരി ഗുഡ്. ഫോർ വെൽബീയിങ് ഓഫ് എന്താണ്? വെൽബീയിങ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ. ഓക്കെ, കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? ഉണ്ട് മാം, ഉണ്ട്, കേൾക്കാം. Yes, ma'am. ക്ലിയർ ആണ് മാം. ഓക്കെ. അപ്പൊ എന്താണ് ചൈൽഡ് വെൽഫെയർ? Well-being and protection of children. Well-being and protection of the children. അതെ, കുട്ടികളുടെ ക്ഷേമവും സംരക്ഷണവും അല്ലേ? കുട്ടികളുടെ ക്ഷേമവും സംരക്ഷണവും. Got it? Yes, ma'am. Yes. അപ്പൊ ചൈൽഡ് വളരുന്നത് എങ്ങനെയുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം? നമ്മൾ പറഞ്ഞു പ്രൊട്ടക്ഷൻ പറഞ്ഞു അല്ലേ?
അപ്പൊ എങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിൽ ആയിരിക്കണം ചിൽഡ്രൻ വളരേണ്ടത്? ഹാപ്പി എൻവയോൺമെന്റ്. Happy and healthy environment. Safe and secure. Happy and healthy environment. അതെ ഹെൽത്തി എൻവയോൺമെന്റ് ആയിരിക്കണം അല്ലേ? അതെ അതെ. ആൻഡ് ദേ ഷുഡ് ബി ഫ്രീ ഫ്രം Disease. Diseases. Fear. സോറി. Safe and secure. വെരി ഗുഡ്. അവരെ they should be free from neglect, abuse and exploitation, right? Yes, ma'am. Yes, ma'am. Okay അല്ലേ ഇത്രയും? Yes, ma'am. അപ്പൊ എന്താണ് ചൈൽഡ് വെൽഫെയർ? Well-being and protection of children. ബിഫോർ ദാറ്റ് ഞാനൊരു കാര്യം പറയട്ടെ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ PDF ഒന്ന് റീഡ് ചെയ്തിട്ട് വന്നോ കേട്ടോ. ഓക്കെ Okay, മാം. ma'am. Yes, ma'am. Okay. ഓക്കെ നമ്മൾ പറഞ്ഞു എന്താണ് ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇറ്റ് ഇൻക്ലൂഡ്സ് കുട്ടികളുടെ സേഫ്റ്റി ഉണ്ട്, പിന്നെ എന്താണ് ഹെൽത്ത്, നേരത്തെ പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ, മൊത്തത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതൊക്കെ Okay, ma'am. സാഹിപ്പിക്കുന്നതിന് പലതരത്തിലുള്ള സർവീസ് അല്ലെ, സർവീസ് സേവനങ്ങളും ഇടപെടലുകളൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സർവീസ് ഒക്കെ നൽകുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് ഏജൻസീസ് ആയിരിക്കാം, റൈറ്റ്? അല്ലെങ്കിലോ ഇങ്ങനെയുള്ള നമ്മളെ ഇൻസിഡൻസ് ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഡെയിലി മീഡിയാസിലൂടെ കാണുന്നതാണ് അല്ലേ? Sponsors. കുട്ടികൾക്കെതിരെയുള്ള Sponsors വേണം. സോറി, വെൽഫെയർ അതോറിറ്റീസ് ഉണ്ട്, ചൈൽഡ് വെൽഫെയർ അതോറിറ്റി. അതെ then Society. Good morning, ma'am. 981 വിളിച്ച് നമ്മളെ റിപ്പോർട്ട് അല്ലേ? NGOs. Management and staff. then UNICEF. very good. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ മീഡിയാസിലൂടെ നിരന്തരം കാണുന്നതാണ് അല്ലേ? TV തുറന്നാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഓപ്പൺ ആക്കിയാലും അല്ലേ ധാരാളം ഇൻസിഡൻസ് അല്ലേ? Yes, ma'am. Yes, അതെ ma'am. മാം. അതെ, അപ്പൊ ചിൽഡ്രൻ ആർ ദ അസറ്റ് ഓഫ് നേഷൻ എന്നാ പറയണേ, റൈറ്റ്? Yes, Yes. ma'am. നമ്മൾ എങ്ങനെയായിരിക്കണം ഒരു ചിൽഡ്രനെ ട്രീറ്റ് ചെയ്യേണ്ടത്, ടേക്ക് കെയർ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം? അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ കൊടുക്കണം, good health, ഫുഡ്, മെഡിക്കൽ ചെക്കപ്സ്, ഡിസീസ്. മെഡിക്കൽ ചെക്കപ്സ്, then റെഗുലർ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്സ് പ്രൊവൈഡ് ബിഹേവിയർ ചെയ്യണം. നന്നായിട്ട് രൂപപ്പെടുത്തണം. ബിക്കോസ് Sorry? അതുങ്ങൾ നാളെ സീസൺസ് ആണ്. ബാലൻസ്ഡ് ന്യൂട്രീഷൻ, ശരിയായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. എഡ്യൂക്കേഷൻ, Happy environment. ഹാപ്പി എൻവയോൺമെന്റ്, then ബാലൻസ്ഡ് ന്യൂട്രീഷൻ, വെരി ഗുഡ്. ബാലൻസ് ന്യൂട്രീഷൻ, Healthy habits. ഹെൽത്തി ഹാബിറ്റ്, ഗുഡ് ഇതൊക്കെ നമുക്ക് ക്യാരക്ടർ അറിയാവുന്ന ഫോർമേഷൻ, കാര്യങ്ങളാണ് അല്ലേ? ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, ഇതിനെ അറിയാത്ത കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ? പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? മാം ഗുഡ് ടച്ച്, ബാഡ് ടച്ച് ഇതിനെ കുറിച്ച് അതുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതെ സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യാന്ന് പഠിപ്പിക്കണം. വെരി ഗുഡ്. ഇതൊക്കെ എവിടെന്നാ പഠിക്കേണ്ടത്? ആദ്യം തന്നെ നമ്മൾ പറയും ഫസ്റ്റ് സ്കൂൾ From home. ഫാമിലി. പാരന്റ്സ് അല്ലേ? പാരന്റ്സിൽ നിന്ന് ആദ്യം തന്നെ ഇതൊക്കെ പഠിച്ചിരിക്കണം. then സ്കൂൾ, സൊസൈറ്റി, സ്കൂൾ. നമ്മളൊരു കമ്മ്യൂണിറ്റി. ഓക്കെ ബിനീഷ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ യൂണിറ്റ് ഫസ്റ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, ചൈൽഡ് വെൽഫെയർ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ മാഡത്തിന്റെ പേരൊന്ന് പറയോ? കണ്ടിന്യൂ ചെയ്തോളൂ.
എങ്ങനെ നമ്മൾ കുട്ടികളെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യണം? എഡ്യൂക്കേഷൻ ഒരു ഇമ്പോർട്ടന്റ് ആണ് അതിനകത്ത്. ദെൻ നേരത്തെ ഒരാൾ പറഞ്ഞു റെഗുലർ മെഡിക്കൽ ചെക്കപ്പ് വേണമെന്ന് പറഞ്ഞു അല്ലെ കുട്ടികൾക്ക്, ശരിയാണോ? Yes, ma'am. Yes, ma'am. കറക്റ്റ് ആയിട്ട് ഇഞ്ചക്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. റെഗുലർ ചെക്കപ്പ് എന്താണ്? സോറി Ma'am, personal hygiene. പേഴ്സണൽ ഹൈജീൻ. ഓക്കെ. റെഗുലർ ചെക്കപ്പ് നമ്മൾ പറഞ്ഞായിരുന്നു, നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആയിരുന്നു റെഗുലർ ചെക്കപ്പ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? എന്തെങ്കിലും മാൽന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. വെരി ഗുഡ്. കുഞ്ഞിലെ തന്നെ അറിയാൻ പറ്റും വൈറ്റമിൻസിന്റെ ഒക്കെ കുറവ്. അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റും ഫിസിക്കൽ ഡെവലപ്മെന്റും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? പിന്നെ കുട്ടികൾ എങ്ങനെയാണ് അവരുടെ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്നുണ്ടോന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. വെരി ഗുഡ്. നിങ്ങൾ പാരന്റ്സ് ആണല്ലേ? അപ്പൊ നിങ്ങൾ പറയും കുട്ടികളെ എന്തിനൊക്കെ ചെക്കപ്പിന് കൊണ്ടുപോകാറുള്ളത്? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? To be healthy. Personal hygiene. അവർക്ക് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റും ഫിസിക്കൽ ഡെവലപ്മെന്റും ഒക്കെ കറക്റ്റ് ആണെന്ന് നമുക്ക് അറിയണം അല്ലേ? പിന്നെ അവരുടെ വയസ്സിനനുസരിച്ചിട്ടുള്ള വളർച്ചയുണ്ടോന്ന് അറിയണം. അതെ വെരി ഗുഡ്. വെയിറ്റ് ആൻഡ് ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖങ്ങൾ എന്തെങ്കിലും ഒളിഞ്ഞിരിക്കുന്നെങ്കിൽ കണ്ടുപിടിക്കാം. അതെ നമുക്ക് ഇപ്പൊ കണ്ടു മനസ്സിലാക്കാൻ പറ്റാത്ത പല അസുഖങ്ങളും അവർക്ക് ഉണ്ടായിരിക്കാം അല്ലെ? ലോങ് ടൈമിലോ ഷോർട്ട് ടൈമിലോ അവർക്ക് പല ഇഷ്യൂസ് ഉണ്ടായേക്കാം അല്ലെ? അത് മുൻകൂട്ടി അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ ഒരു പരിധി വരെ കണ്ടെത്താൻ കഴിയും അല്ലേ? ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് മെഡിക്കൽ ചെക്കപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലായോ? എന്തോ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു ബാലൻസ് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ, റൈറ്റ്? അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? അങ്ങനെയുള്ള ന്യൂട്രീഷൻസ് അല്ലെങ്കിൽ എങ്ങനത്തെ ഫുഡ് ആയിരിക്കണം കുട്ടികൾക്ക് നൽകേണ്ടത്? വെജിറ്റബിൾസ്, എനർജി ഫുഡ്. ചെറിയ കുട്ടികളാവുമ്പോൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫുഡ്. അതെ. ഏതൊക്കെയാണത്? എനർജി ഗിവിംഗ് ഫുഡ്സ്, Protein, carbohydrates, vitamins and minerals. എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? പ്രോട്ടീൻസ് ധാരാളം ഫുഡ്. കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയത്, മിനറൽസ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതെ വെരി ഗുഡ്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ബാലൻസ് ഡയറ്റ് അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഫുഡ് നമ്മൾ കൊടുക്കണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? എന്തിനാ കൊടുക്കുന്നത് കുട്ടികൾക്ക്? അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അത്യാവശ്യമാണ്. അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ഗ്രോത്തിന് വേണ്ടിയിട്ടാണല്ലേ? റോൾ ഓഫ് ബാലൻസ് ഡയറ്റ് ഇൻ ചിൽഡ്രൻ. കുട്ടികളുടെ റോൾ എന്താണ് ബാലൻസ് ഡയറ്റിന്റെ? ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാം. ഗ്രോത്തിന്റെ ടൈം ആയതുകൊണ്ട് അവർക്ക് ചെറിയ കുട്ടികളാകുമ്പോൾ അവരെപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ അവർക്ക് കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടിട്ട് ചെറിയ കുട്ടികളാകുമ്പോൾ അവരെപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ അവർക്ക് കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടിട്ട്. അതെ വെരി ഗുഡ്. കുട്ടികള് അവരെപ്പോഴും ഇങ്ങനെ ഓടിച്ചാടി നടന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ അവർക്ക് എന്ത് വേണം? എനർജി വേണം. ഫുഡ് മസ്റ്റ് ആണ്. ന്യൂട്രീഷ്യസ് ഫുഡ് മസ്റ്റ് ആണ് അല്ലേ? ന്യൂട്രീഷ്യസ് ഫുഡ് കിട്ടിയില്ലെങ്കിൽ ഡെഫിഷ്യൻസി ഉണ്ട്, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരാം അവർക്ക്. അതെ. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് നിങ്ങൾ പഠിച്ചായിരുന്നില്ലേ? നമ്മളെങ്ങനെ ഉപ്പ്, സോൾട്ട്, ഷുഗർ ഒക്കെ നമ്മൾ എങ്ങനെ എന്താക്കണം? നമ്മൾ മാക്സിമം ഒഴിവാക്കണം കുട്ടികളുടെ ഫുഡിൽ അല്ലേ?
ആണോ? യെസ്. യെസ് മാം. അതെ. മാം ഡിസീസ് ജങ്ക് ഫുഡ്സ് ഞങ്ങൾ ഒക്കെ ഒഴിവാക്കുക. എത്തിയിട്ടില്ല. ഞങ്ങൾക്ക് അപ്പോഴേക്കും മാം വന്നിട്ടില്ല അത് പഠിപ്പിക്കാൻ. എന്തോ ഇമ്മ്യൂണൈസേഷന്റെ കേട്ടില്ലായിരുന്നു. സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷൻ ആണ് കഴിഞ്ഞു. ഇമ്മ്യൂണൈസേഷന്റെ സ്റ്റാർട്ടിങ് മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഡിസീസസ് ഒന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. ചൈൽഡ് വെൽഫെയർ എന്നാലും നിങ്ങൾക്ക് ഫെമിലിയർ ടോപ്പിക് ആണല്ലേ? അതെ മാം. യെസ് മാം. കണ്ടിന്യൂ ചെയ്തോളൂ. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു? റെഗുലർ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് വേണം. ദെൻ പിന്നെന്താ പറഞ്ഞത്? ബാലൻസ്ഡ് ഡയറ്റ്. ഡയറ്റ് വേണം. പിന്നെന്താണ്? പ്രൊട്ടക്ട് ദം ഫ്രം ഹാംഫുൾ ഇൻ ദെയർ എൻവയോൺമെന്റ്. എന്താണത്? പോയിന്റ് ഒന്നുകൂടെ അവർക്ക് ഗുഡ് അവര് ഗുഡ് ഏതാ ബാഡ് ഏതാന്ന് സൊസൈറ്റിയിൽ പല ഇഷ്യൂസ് നടക്കണതാണ്. അപ്പൊ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികൾക്കറിയോ? ചെറിയ കുട്ടികൾക്കറിയോ ഏതാണ് റൈറ്റ് ഏതാണ് റോങ് എന്ന്? ഇല്ല. അത് നമ്മള് പഠിപ്പിച്ചു കൊടുക്കണം. അവരുടേതായ രീതിയിൽ പറഞ്ഞു Children start learning everything by observing things in their surroundings. ഫാമിലി and the society. ഹലോ, മിസ്സിന്റെ വീഡിയോ ഇടയ്ക്ക് മ്യൂട്ട് പോസ് ആവണുണ്ട്. കിട്ടണില്ലല്ലോ, ക്ലിയർ ആവണില്ല. മാം ഒന്ന് ക്ലിയർ ആവുന്നുണ്ട് കേട്ടോ വോയിസ്. മാമിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഇടയ്ക്ക് സ്റ്റക്കായി പോണു, വീഡിയോ സ്റ്റക്ക് ആവണു, കിട്ടണില്ല. ഓക്കെ, കുട്ടികളെല്ലാം പഠിക്കുന്നത് എവിടെ നിന്നാണ്? കുട്ടികളെ ചുറ്റുപാടും ഫാമിലി ക്ലിയർ ആണോ? ക്ലിയർ. മാം അതെല്ലാരും കൂടി അൺമ്യൂട്ട് ചെയ്തിട്ടാ മാം. ബാക്കി ക്ലാസ്സുകളിൽ ഞങ്ങൾ എല്ലാരും മ്യൂട്ട് ആക്കി വെക്കലാണേ. പ്ലീസ് മ്യൂട്ട്. ഓക്കെ, ചുറ്റുപാടിൽ നിന്നാണ് കുട്ടികളെല്ലാം ഒബ്സർവ് ചെയ്ത് ചുറ്റുപാടിൽ നിന്നാണ് അല്ലേ? റൈറ്റ്? അപ്പൊ എന്തൊക്കെയായിരിക്കാം ഹാർംഫുൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നത് എൻവയോൺമെന്റിൽ നിന്നും? ഈ സ്മോക്കിംഗ്, ഡ്രിങ്കിങ്, ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാവുമല്ലോ സൊസൈറ്റിയില്. ഇതൊക്കെ കുട്ടികളെ ഒരു തരത്തില് ബാധിക്കില്ലേ? പിന്നെ ഫാമിലിയിലുള്ള വഴക്കുകൾ തന്നെ, ഇതൊക്കെ കുട്ടികളെ ബാധിക്കും. ചെറിയ കുട്ടികൾ എങ്ങനെയാണ്? അവര് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാച്ച് ചെയ്യും. അത് സ്പോഞ്ച് പോലെയാണെന്ന് പറയണല്ലേ? അവരെല്ലാം ഒബ്സർവ് ചെയ്യും, എല്ലാം അബ്സോർബ് ചെയ്യും. റൈറ്റ്? അവർക്ക് റൈറ്റ് ഏതാണ് റോങ് ഏതാണെന്ന് അറിയില്ല. അവരുടെ റോൾ മോഡൽസ് എപ്പോഴും ആരാണ്? ആണല്ലേ? പാരന്റ് എന്ത് ചെയ്താലും കുട്ടികൾക്ക് അത് റൈറ്റ് ആണ്. നിങ്ങൾ തെറ്റ് ചെയ്താലും മിസ്റ്റേക്സ് ചെയ്താലും കുട്ടികൾക്ക് അത് റൈറ്റ് ആണ്. എന്തുകൊണ്ടാണ്? നിങ്ങളാണ് അവരുടെ റോൾ മോഡൽ. അല്ലേ? പാരന്റ് ആയിരിക്കണം. കേട്ടില്ല. ഹലോ, പാരന്റ് എങ്ങനെ ആയിരിക്കണം? പോകുന്നുണ്ട്. We should be the right models for our children. അതെ, ആരോ പറഞ്ഞത് കേൾക്കുന്നില്ലേ? എല്ലാവരും മ്യൂട്ട് ചെയ്യുന്ന ക്ലാസ്സിലൊക്കെ എല്ലാവരും മ്യൂട്ട് ചെയ്യാറാണ്. അത്യാവശ്യത്തിന് മാത്രമേ അൺമ്യൂട്ട് ചെയ്യാറുള്ളൂ. അപ്പൊ അതാണ് ഈ ക്ലിയർ കമ്മി വരുന്നത്. ഞാൻ കോൾ യുവർ നെയിംസ്. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഡോണ, ഒരു പാരന്റ് എങ്ങനെയായിരിക്കണം? ഷൈഹ, റൈറ്റ്? ഷൈഹ,
കേൾക്കുന്നില്ല മാം. കേൾക്കുന്നില്ല? മാം സ്ക്രീന് കേൾക്കാം മാം. മിസ്സുണ്ട്. മാം പ്രസന്റേഷൻ പോയല്ലോ. കേക്കുന്നത് എല്ലാരും ഈ അൺമ്യൂട്ട് ആക്കി വെച്ചേക്കുന്നുണ്ടായിരിക്കും, ഒന്നും ഓക്കെ പ്ലീസ് മനസ്സിലാവില്ല. എല്ലാവരും മ്യൂട്ട് ചെയ്യാവോ? ഞാൻ ഓരോരുത്തർ പേര് വിളിക്കാം. കോൾ യുവർ നെയിംസ്. ഓക്കെ, പ്ലീസ് മ്യൂട്ട്. ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, മെറിന്റെ ഒപ്പീനിയൻ എങ്ങനെയാണ്? എന്തോ? ഓക്കെ മാം. ഓക്കെ, മെറിൻ കണ്ടിന്യൂ. ഒരു ഗുഡ് പാരന്റ് എങ്ങനെയായിരിക്കണം? ശാന്തമായിരിക്കണം. ശാന്തമായിരുന്നാൽ മാത്രം മതിയോ? Then പേഷ്യൻസ് ഉണ്ടാവണം. ലവബിൾ ആൻഡ് ഫ്രണ്ട്ലി. ചിൽഡ്രൻസ് ആയിട്ട് ഫ്രണ്ട്ലി ആയിരിക്കണം. ദേഷ്യപ്പെടാൻ പാടുണ്ടോ? ഫ്രീ ആയിട്ടിരിക്കണം. ഫ്രീ ആയിട്ട്. ഫ്രണ്ട്ലി ആയിട്ടിരിക്കണം. അവർക്ക് എല്ലാം നമ്മുടെ അടുത്ത് തുറന്നു പറയാൻ പറ്റണം. പാരന്റ് ഈസ് ദ ഫസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം അല്ലേ? യെസ് മാം. ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അതെ. ഇനി then സ്മിതയുടെ ഒപ്പീനിയൻ എന്താണ്? സ്ട്രിക്റ്റ് ആയിരിക്കണോ പാരന്റ്? സ്ട്രിക്റ്റ് പാരന്റ് ആയിരിക്കണോ? അത്യാവശ്യം നമ്മൾ സ്ട്രിക്റ്റും ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. കുട്ടികളെ എവിടെ പോകുന്നു, അല്ലെങ്കിൽ അവരെന്ത് സംസാരിക്കുന്നു, ആരുമായി കൂട്ടുകൂടുന്നു, അവരുടെ മെന്റലി ആൻഡ് ഹെൽത്തി വരുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാന്മാരായിരിക്കും. അവയർനെസ് ആയിരിക്കും. നമ്മളോട് പേടിയില്ലാതെ കാര്യങ്ങൾ പറയാൻ അവരുടെ മൈൻഡ് സെറ്റ് ആയിരിക്കണം. അതെ നമ്മൾ എപ്പോഴേ വളർത്തിയെടുക്കണം ആ ഒരു ബിഹേവിയർ. അതെ, ചെറുപ്പം മുതലേ വളർത്തിയെടുക്കണം. റൈറ്റ് ഫ്രം ബർത്ത്. നിങ്ങൾ അങ്ങനത്തെ പാരന്റ് ആണോ? പാരന്റ്സ് ആണോ? യെസ് മാം. യെസ് മാം. കുട്ടികളെല്ലാം ഷെയർ ചെയ്യാറുണ്ടോ? സ്ട്രിക്റ്റ് ആണ്, ഫ്രണ്ട്ലി ആണ്. എന്തോ? ഫ്രണ്ട്ലി ആണ്. അശ്വതി പറയാ. അശ്വതി എങ്ങനെയുള്ള ഒരു പാരന്റ് ആണ്? ഫ്രണ്ട്ലി പാരന്റ് ആണോ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റ് ആണോ അശ്വതി? രാജി സൂര്യ രാജി ആർ യു റെഡി? രാജി എങ്ങനെയുള്ള ഒരു പാരന്റ് ആണ്? സ്ട്രിക്റ്റ് ആണോ ഫ്രണ്ട്ലി ആണോ? സ്ട്രിക്റ്റും ആണ്, ഫ്രണ്ട്ലും ആണ്, രണ്ടിലും ഉണ്ട്. അപ്പൊ കുട്ടികളെല്ലാം വന്ന് ഷെയർ ചെയ്യാറുണ്ടോ? ഉണ്ട്. പിന്നെ അഹല്യ നമ്മളെപ്പോഴും ഫുഡ് കഴിക്കുമ്പോ പിള്ളേരെ ഒരുമിച്ച് ഇരുന്നിട്ട് ഫുഡ് കഴിക്കണം. അപ്പൊ എന്താന്ന് വെച്ചാൽ അവര് സ്കൂളിൽ കാര്യങ്ങളും കുറെ ശീലങ്ങളുണ്ട് അല്ലെ? കുറെ ഹാബിറ്റ്സ് ഉണ്ട് കുട്ടികൾക്ക്. റൈറ്റ്? ഫുഡ് നമ്മൾ ഇരുന്ന് കഴിക്കുമ്പോ അവര് സ്കൂളിലത്തെ കാര്യങ്ങളും അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന നേരത്തൊന്ന് ഷെയർ ചെയ്യാം. പരമാവധി നമ്മള് ഫുഡ് കഴിക്കുന്ന സമയം എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നോക്കാം. അതെ, വെരി ഗുഡ്. ക്വാളിറ്റി ടൈം ഉണ്ടാക്കിയിരിക്കണം അല്ലേ? ക്വാളിറ്റി ടൈം ഉണ്ടാകണം. എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം മാം. അതെ, പേടിച്ച് നിൽക്കരുത് അല്ലേ? ചില കുട്ടികളൊക്കെ അങ്ങനെയല്ലേ? ഫ്രണ്ട്ലി ആവണം പാരന്റ്സിനോട്. എന്തോ? ടൈം സ്പെൻഡ് ചെയ്യണം അവരുടെ കൂടെ. ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. നമ്മൾ വെറുതെ അവരുടെ കൂടെ പോയിരുന്നാ മതിയോ? കുട്ടി നോക്കുമ്പോ നമ്മൾ കുട്ടിയുടെ അടുത്തുണ്ട്, അത് മതിയോ? എങ്ങനത്തെ ടൈം സ്പെൻഡ് ചെയ്യണം? ക്വാളിറ്റി ടൈം. നമ്മള് ഇല്ലായ്മയും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വളർത്തണം. അതെ, എല്ലാ കാര്യങ്ങളിലും അവരുടെ അഭിപ്രായം കൂടെ നമ്മള് കണക്കിലെടുക്കുന്നുണ്ടെന്നുള്ളൊരു. നമ്മൾ കുട്ടികളുടെ അഭിപ്രായങ്ങൾ അന്വേഷിക്കണം അല്ലേ? അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതെ, വെരി ഗുഡ്.
കുട്ടി കംഫർട്ടബിൾ ആണോ എന്ന് നമ്മൾ എല്ലാ ദിവസവും ചോദിക്കണം. കംഫർട്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞു ഹാംഫുൾ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അതിൽ നിന്നൊക്കെ എങ്ങനെ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാം? അവർക്ക് അവയർനെസ് കൊടുക്കണം. അവയർനെസ് കൊടുക്കണം അല്ലേ? പിന്നെ പിന്നെന്താണ്? ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണ്ടേ? We have to give them a space. Yes, we have to give them a space to communicate with us. Share everything with us. വെരി ഗുഡ്. ഷെയർ ചെയ്യണം അല്ലേ? ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അവിടെ. പിന്നെ എന്തൊക്കെയാണ്? അവരുടെ മുമ്പിൽ വെച്ചിട്ട് വഴക്കിടാൻ പാടില്ല. അച്ഛനമ്മമാര് വഴക്കിടുന്നത് അവരുടെ മുമ്പിൽ വെച്ച് അവരെ കാണിക്കാൻ പാടില്ല. അതെ അതെ, പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതല്ലേ? നല്ലൊരു റോൾ മോഡൽ ആയിരിക്കണം അല്ലേ? എല്ലാ പാരന്റും എങ്ങനെയായിരിക്കണം? പിന്നെന്തൊക്കെയാണ്? പാരന്റ്സും കുട്ടികളും 5 മിനിറ്റെങ്കിലും ഒരുമിച്ചിരിക്കാൻ ശ്രമിക്കണം. എന്തോ? പാരന്റ്സും കുട്ടികളും കുറച്ച് ടൈമെങ്കിലും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം. ഓക്കെ, പിന്നെ കുട്ടികളെ നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ട് കണക്കാക്കിയിട്ട് അവരുടെ താല്പര്യങ്ങൾക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. അതെ അതെ അതെ. ദെൻ ഫാമിലി വാല്യൂസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കണ്ടേ കുട്ടികൾക്ക്? യെസ് മാം, അത് മസ്റ്റ് ആണ്. കാരണം മൂത്തവരെ ബഹുമാനിക്കാനും ഒക്കെ അതുങ്ങളെ പഠിപ്പിക്കണത്, മൂത്തവരെ ബഹുമാനിക്കേണ്ടതും അതുങ്ങൾ പഠിക്കണത് ഫാമിലിയിൽ നിന്നാണ്. അപ്പൊ അത് മസ്റ്റ് ആണ്. അതെ അതെ, റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. അതെ, കുട്ടികൾ ചെറുപ്പത്തിൽ വളർത്തിയെടുക്കേണ്ട കുറച്ച് ശീലങ്ങളുണ്ട്, കുറച്ച് ഹാബിറ്റ്സ് ഉണ്ട്, റൈറ്റ്? നമുക്ക് കുറച്ചുകൂടി ഓക്കെ. ഇപ്പൊ കുട്ടി കളിക്കട്ടെ, നെക്സ്റ്റ് ലെവലിൽ അവരെ പഠിപ്പിക്കാന്ന് വിചാരിച്ച പഠിപ്പിക്കാൻ പറ്റുമോ? ഫോളോ ചെയ്താൽ സോറി, വൺസ്ലി അവർ ഫോളോ ചെയ്താൽ പിന്നെ അതന്നെ ഫോളോ ചെയ്തോണ്ടി. നമ്മള് എന്താ ചെയ്യേണ്ടത് അതിന്? ചെറുപ്പം മുതലേ നമ്മൾ ഓരോ കാര്യങ്ങളിലും അവരെ കൂടെ നമ്മുടെ കൂടെ പങ്കെടുപ്പിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവരുടെ പങ്കാളിത്തം കൂടെ നമ്മൾ ഉറപ്പുവരുത്തണം. ഇപ്പോൾ വീട്ടിലെ ജോലികളാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കണം. അതുപോലെ പ്ലാന്റിങ് പോലുള്ള കാര്യങ്ങളിൽ അവരെ ഉൾപ്പെടുത്തണം. പെറ്റ്സിനെയൊക്കെ വളർത്തുന്ന കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് നമ്മളൊരു വീടുമായിട്ട് ചുറ്റപ്പെട്ട് നടത്തുന്ന എല്ലാ ആക്ടിവിറ്റീസിലും അവരാൽ കഴിയുന്ന രീതിയിലുള്ള പങ്കാളിത്തം നമ്മൾ ഉറപ്പാക്കണം. ഓക്കെ, വെരി ഗുഡ് പോയിന്റ്. ഞാൻ ചോദിക്കട്ടെ, ഫോണിന്റെ ഉപയോഗം കുറെ അങ്ങ് കുറയും. അതെ അതെ, ഫോണിന്റെ ഉപയോഗം വളരെ കൂടുതലല്ലേ? ഇപ്പൊ വെക്കേഷൻ ആയപ്പോ കൂട്ടി അതിന്റെ ഉപയോഗം അല്ലേ? അതിന് ഇൻസ്റ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്താൻ കുട്ടികൾക്ക്? ഇപ്പൊ നിങ്ങൾ മോണ്ടിസോറിയാ പഠിക്കുന്നത്, അപ്പൊ ഒരു ആക്ടിവിറ്റീസ് പറഞ്ഞ് അല്ലെങ്കിൽ യൂഷ്വൽ ആയിട്ട് ഫോണിന്റെ ഉപയോഗം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റി? നമുക്ക് വീട്ടിലൊരു ചെറിയ വായനശീലം വളർത്തിയെടുക്കാം. ഷഹന ആൻസർ. और प्रिया राजेश, ഒപ്പീനിയൻ ഷെയർ ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യോ? ഹസ്ന മാം, മൊബൈൽ യൂസ് ചെയ്യണ നേരം കൊണ്ട് ഞാൻ പറയട്ടെ മാം. മൊബൈൽ യൂസ് ചെയ്യണ നേരം കൊണ്ട് ഈ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്ക് ധാരാളം കഥകളുണ്ട്. ഈ രാമായണവും മഹാഭാരതവും ഒക്കെ കിട്ടും. അതൊക്കെ ആ വായനാശീലം വളർത്തിയെടുക്കാം കുഞ്ഞുങ്ങളില്. പിന്നെ ഈ കഴിഞ്ഞു പോയ ഈ പോർഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കാം. പിന്നെ മാം, ഈ കളിക്കുടുക്ക പോലത്തെ മാഗസീൻസ് കുറെ ഉണ്ട്. അതിനകത്ത് കുറെ ഉണ്ട്. യെസ് മാം, ഈ മാത്സ് ഉണ്ടാവും. യെസ് മാം, അതൊക്കെ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഡ്രോയിങ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ട് കളർ ചെയ്യാനൊക്കെ ആയിട്ട് പഠിക്കാൻ പറ്റും. അതെ അതെ, സ്കിൽ എവിടെയാണെന്ന് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തണം.
അതെ ഓക്കെ മാം, അത് ഞാന് ഒരു പാത്രത്തില് ചുവന്നുള്ളി വെളുത്തുള്ളി ഒക്കെ കൊടുക്കും, നന്നാക്കാൻ പറയുന്നിട്ട്. ഓക്കെ ഓക്കെ. പിന്നെ മാം അത് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാലും ടൈം ടേബിൾ അനുസരിച്ച് പുസ്തകം എടുത്ത് വെക്കാനും ഒക്കെ അറേഞ്ച് ചെയ്യാനും വരെ പഠിപ്പിക്കണം. ഷെയറിംഗ് മെന്റാലിറ്റി കുട്ടികളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. സ്പോർട്സിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ. മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല മാം. No, ma'am. നോ മാം. ഓക്കെ. അതിൽ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. കണ്ടിന്യൂ. ഗെയിംസിലൊക്കെ പെയിന്റിങ്, ഡ്രോയിങ്. പെയിന്റിങ് ചോദിക്കട്ടെ. ക്രിയേറ്റ് ബൗണ്ടറീസ്. നമ്മൾ പറഞ്ഞു ഹാംഫുൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസിൽ നിന്നും കുട്ടികളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്ന്. നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആണോ? ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ക്ലിയർ ആയില്ല മാം, എന്താണ്? സെറ്റ് ചെയ്യണം ബൗണ്ടറീസ്. കാരണം അനാവശ്യമായിട്ടുള്ള ഇപ്പൊ പാരന്റ്സിന്റെ തമ്മിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പൊ സമൂഹത്തിലാണെങ്കിലും അതിൽ നിന്നൊക്കെ നമ്മൾ കുട്ടികളെ വേറിട്ട് നിർത്തണം, ക്രിയേറ്റ് അല്ലെങ്കിൽ അത് ബൗണ്ടറീസ്. ഓക്കെ, കുട്ടീനെ ക്രിയേറ്റ് അഫക്ട് ബൗണ്ടറീസ്. ചെയ്യുമത്. ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞു. ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് തെറ്റായിട്ട് പറയാൻ പറ്റില്ല മാം. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു നിയന്ത്രണം വെക്കുന്നത് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു തെറ്റായിട്ട് വരില്ല. ഇല്ലെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നൊരു ചിന്ത നടക്കുമ്പോൾ ആ ബൗണ്ടറി അവർ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കും അല്ലേ? അതെ, വെരി ഗുഡ്. യെസ് മാം, കറക്റ്റ്. ഐശ്വര്യയുടെ ഒപ്പീനിയൻ എന്താണ്? ഐശ്വര്യ, സുനിത. എനിക്കും അതേ ഒപ്പീനിയൻ ആണ് മാം. അവർക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അവരെല്ലാം അറിഞ്ഞ് വളരണല്ലോ. ഈ പറഞ്ഞ മാതിരി തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വളർത്തണമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിർത്തി വളർത്തിയിട്ട് മക്കളെ വളർത്തിയിട്ട് ഒരു കാര്യമില്ലല്ലോ. ഗ്രാൻഡ് പാരന്റ്സ് ആയിട്ട് മിങ്കിൾ ചെയ്യിക്കുക. ഓക്കെ ഓക്കെ. ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാന്ന് ചോദിക്കട്ടെ. ആക്ടിവിറ്റീസ് ഒക്കെ ആരെങ്കിലും ഓക്കെ ഓക്കെ. ഞാൻ ഓരോരുത്തരോട് ചോദിക്കാട്ടോ. ഓരോരുത്തരോട് ചോദിക്കാം. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു. ഓക്കെ. ആക്ഷൻ സോങ് ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ ആക്ഷൻ സോങ്ങിന് വേണ്ടി? യെസ് മാം. ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ആക്ഷൻ സോങ് Yes, ആരാണ്? എന്താ പേരെന്താ? ഹലോ, എന്റെ പേര് ശില്പ. ശില്പ. ഓക്കെ ശില്പ, ആർ യു റെഡി? ഇപ്പൊ ഞാൻ പുറത്താണ് നിൽക്കുന്നത്, അകത്ത് റേഞ്ച് ഒട്ടും ഇല്ലാത്തത് കൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ് ശില്പ. കുഴപ്പമില്ലല്ലോ, പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. വീടിന്റെ താഴെ അവിടെ. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ. ഞാനൊന്ന് എന്തെങ്കിലും എടുത്തൊന്ന് സെറ്റ് ചെയ്തിട്ടോ മാം ഫോൺ. ഓക്കെ ഓക്കെ ഓക്കെ. ബിറ്റ്വീൻ വേറെ ആരെങ്കിലും? മാം, ആക്ഷൻ സോങ് പാടിയാ മാത്രം മതിയോ? നിങ്ങളെ കാണാൻ കഴിയില്ല. ഓക്കെ, നിങ്ങൾ പക്ഷെ അവിടെ ആക്ഷൻ ഒക്കെ കാണിച്ചിട്ടുണ്ടാവണം. ഓക്കെ ഓക്കെ, ഞാനൊരു സോങ് എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇതിപ്പോ ആക്ഷനും കാണിച്ച് പാടണമല്ലേ. ഓക്കെ മാം, ഞാൻ നാളെ ആണെങ്കിലും പറഞ്ഞാ മതിയോ? ആക്ഷൻ. ഓക്കെ മാം ഞാൻ ചെയ്യട്ടെ? ശില്പയല്ലേ? ഞാൻ ഓൺ ചെയ്യാം. ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, കാരണം സ്ട്രീറ്റ് ലൈറ്റിന്റെ അവിടെയാണ് വന്ന് നിൽക്കുന്നത്, അകത്ത് റേഞ്ച് ഇല്ല. ഓക്കെ ശില്പ. ക്ലിയർ ആവുന്നുണ്ടോ മാം? ശില്പ കണ്ടിന്യൂ. ഞാൻ കുഞ്ഞിന് ചെയ്തു കൊടുക്കുന്നതാണ് സ്ഥിരം. എന്തോ ക്ലിയർ ആയില്ല? കുഞ്ഞിന് ചെയ്യുന്നതാണ്. 3 വയസ്സുള്ള കുഞ്ഞുണ്ട്, അവന് കാണിച്ചു കൊടുക്കുന്നതാണ്. ഷോർട്ട് ആയിട്ടുള്ളത്. ആർക്കെങ്കിലും ക്ലിയർ ആയോ ശില്പ പറഞ്ഞത്? കുഞ്ഞിന് ക്ലിയർ ആവുന്നു. പറയട്ടെ? ഓക്കെ ഓക്കെ. This is big, big, big
This is small, small, small. This is big, big, big. This is small, small, small. This is tall, tall, tall. This is short, short, short. This is tall, tall, tall. This is short, short, short. This is fast, fast, fast. This is slow, slow, slow. This is no, no, no. This is yes, yes, yes. ഓക്കെ ശില്പ, വെരി ഗുഡ് വെരി ഗുഡ്. എങ്ങനെയുണ്ടായിരുന്നു ശില്പയുടെ ആക്ഷൻ സോങ്? സൂപ്പർ, ആക്ഷൻ അടിപൊളി. ചെയ്തായിരുന്നു. നല്ലതായിരുന്നു. സൂപ്പർ ആയിരുന്നു മാം. സൂപ്പർ. നല്ലതായിരുന്നു മാം. ശില്പലജ്ഞ ഇതിനു വേണ്ടി ഏതൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ഏതൊക്കെ എക്യുപ്മെന്റ്സോ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം? മാം, ഞാൻ ഇപ്പോ ഇങ്ങനെ സ്ക്രീൻ ടൈം ഒരുപാട് കുറയ്ക്കുന്നുണ്ട്. കാരണം ഞാൻ വീട്ടിലുള്ള എല്ലാ ഐറ്റംസും വെച്ചിട്ടാണ് അവന് ഓരോ ഇൻഡോർ ഗെയിംസ് ആണ് കൊടുക്കുന്നത്. വീട്ടിൽ നമ്മുടെ സ്പൂണൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു പേപ്പറിൽ വരച്ചിട്ട് അവനോട് പറയും മാച്ച് ചെയ്യാൻ പറയും. അതേപോലെ അവന്റെ മറ്റേ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട്, അതും അതേപോലെ വെച്ചിട്ട് മാച്ച് ചെയ്യാൻ പറയും. പിന്നെ നമ്മുടെ പമ്പം ഇല്ലേ, മറ്റേ കുഞ്ഞി ബോളില്ലേ, ബോൾസ്, സോഫ്റ്റ് ആയിട്ടുള്ള അത് അവന്റെ കയ്യില് സെല്ലോ ടേപ്പ് ചുറ്റിയിട്ട് 2 കൈയിലും നിറച്ച് ബോൾസ് വെച്ച് കൊടുത്തിട്ട് കളർ ഐഡന്റിഫൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറയും. പിന്നെ അവന് മറ്റേ പേരെന്താണ്? ശില്പ. ശില്പ, ഓക്കെ വെരി ഗുഡ് ശില്പ, വെരി ഗുഡ്. ഫൈൻ മോട്ടോർ സ്കില്ലും ഗ്രോസ് മോട്ടോർ സ്കില്ലൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആന, അല്ലെങ്കിൽ എന്തൊക്കെയാ കുറെ ചെയ്തിട്ടുണ്ട്. ആനേനെ വരച്ചിട്ട് അതിന് തുമ്പിക്കൈയുടെ ഭാഗത്ത് നൂല് കെട്ടി കൊടുത്തിട്ട് ആ നൂലിന്റെ ഉള്ളിൽ മുത്തിടാൻ പറയും. പിന്നെ ഒരു തവളേനെ വരച്ചിട്ട് ആ തവളയുടെ താഴേക്കൊക്കെ നല്ല വലിയ ഇത് ഓസ് കട്ട് ചെയ്തിട്ട് 3 ഓസ് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഇട്ട് താഴെ വരാൻ പറയും. അവന് ഇൻട്രസ്റ്റിംഗ് ആണ് എല്ലാത്തിനും, എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ കൗണ്ട് ചെയ്യാൻ പഠിച്ചു 6 വരെ. ശില്പയുടെ സ്റ്റാറ്റസ് ഞാൻ കാണാറുണ്ട്, അടിപൊളിയാണ് മോൻ ചെയ്യുന്നൊക്കെ കാണാറുണ്ട്. സൂപ്പർ, വെരി ഇൻട്രസ്റ്റിംഗ് ശില്പ. അത് ഭയങ്കര ഒരു കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് പോലെ ആയിരുന്നു ആള്. കുറച്ച് സ്റ്റാൻഡേർഡ് ഒന്നുമില്ല മാം, 3.5 വയസ്സേ ഉള്ളൂ, 3.5 വയസ്സായിട്ടില്ല. 3.5 വയസ്സുള്ളൂ. വെരി ഗുഡ് ശില്പ. കൗണ്ട് ചെയ്യാൻ പഠിച്ചു. പിന്നെ എന്തൊക്കെ പഠിച്ചു ആള് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യും എല്ലാം. ബോഡി പാർട്സ് ഫുൾ അറിയാം. ബോഡി പാർട്സ് ഫുൾ മലയാളത്തിൽ അറിയാം. അതേപോലെ വെഹിക്കിൾസ് മലയാളത്തിൽ അറിയാം. അതും ആളെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആളുടെ ടോയ്സ്, ആനിമൽ ടോയ്സ് ഒക്കെ കൊടുത്തിട്ട് പറയാൻ പറയും. അതാള് ഫുൾ പറഞ്ഞു. സർക്കിൾ പറയുന്നത് ക്ലിയർ അല്ല. സർക്കിൾ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, ഇത് 3 ആൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആളെ എഴുതാൻ പഠിപ്പിച്ചിട്ടില്ല. ആൾക്ക് സ്ലാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, പിന്നെ എന്താ സർക്കിള്, ഇത് 3 വരയ്ക്കാൻ അറിയാം. നമ്മളൊരു ബുക്ക് എടുത്ത് നമ്മൾ എഴുതാനിരിക്കുവാണെങ്കിൽ ആളും എന്റെ കൂടെ ഇരിക്കും. എന്നിട്ട് അമ്മ സർക്കിൾ, പറയുന്നത് ഒന്നും ക്ലിയർ അല്ല, എന്നാലും ആള് തന്നെ ബുക്ക് എടുത്ത് എഴുതും. ആദ്യം സ്ക്രബിങ് ആയിരുന്നു, മൊത്തത്തിൽ കുത്തി വരയ്ക്കായിരുന്നു. അത് ഞാൻ പറഞ്ഞു ഇത് സർക്കിൾ സർക്കിൾ, അപ്പൊ കറക്റ്റ് ആയിട്ട് അവൻ സർക്കിൾ വരയ്ക്കും. അവിടെ ഇവിടെയൊക്കെ എങ്കൂണിച്ചിരിക്കുമെങ്കിലും കറക്റ്റ് ആയിട്ട് ചെയ്യും. അതേപോലെ ഷേപ്സ് ഇപ്പൊ അറിയാം, അനിമൽസ്, വെജിറ്റബിൾസ്. ഇപ്പൊ ഞാൻ പല്ല് വെക്കുന്ന ടൈമില് അവനോട് ബ്രഷ് യുവർ ടീത്ത്, അപ്പ് ആൻഡ് ഡൗൺ, റൗണ്ട് ആൻഡ് റൗണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവൻ പല്ല് വെക്കുമ്പോ എപ്പോഴും എന്നോട് പറയും, അമ്മ ഞാൻ ഒന്ന് റൗണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ റൗണ്ട് ആൻഡ് റൗണ്ട് പറഞ്ഞെന്ന് പറയും. അതേപോലെ തന്നെ കൈ കഴുകുന്നത് ഇതേപോലെ തന്നെ. ഞാൻ പറയും വാഷ് യുവർ ഹാൻഡ് എന്ന് പറയും. അപ്പൊ അമ്മ പാട്ട്, അപ്പൊ ഞാൻ പറയും വാഷ് യുവർ ഹാൻഡ്, ടോപ്പ് ആൻഡ് ബോട്ടം, ഇൻ ബിറ്റ്വീൻ, റൗണ്ട് ആൻഡ് റൗണ്ട്. ഇത്രയും പറഞ്ഞാലേ ആള് കൈ കഴുകുള്ളൂ. എനിക്ക് പകരം വേറൊരാളാണ് ആളെ കൈ കഴുകിക്കാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഓടി വന്നിട്ട് എന്റെ അടുത്ത് പരാതി പറയും, അമ്മ നോ റൗണ്ട് ആൻഡ് റൗണ്ട്. ഒട്ടും ഇത് പറയത്തില്ല, കൂട്ടി പറയത്തില്ല, എല്ലാം സിംഗിൾ വേർഡ്സ് പറയുള്ളൂ. നോ റൗണ്ട്, നോ ഇൻ ബിറ്റ്വീൻ. അച്ഛ ചെയ്തില്ല ഇതൊന്നും, അച്ഛ നോ എന്ന് പറയും. അത് ചില കാര്യങ്ങൾ. അതല്ലാണ്ട് എല്ലാവരും പഠിപ്പിക്കുന്ന പോലെ ജോണി എസ് പപ്പ അതൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ജസ്റ്റ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ, പിന്നെ മറ്റേ ഓരോന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ. ഒരു പാത്രത്തില് കുറെ പയറിട്ട് കൊടുത്തിട്ട് അത് മാറ്റി വെക്കാൻ പറയും.
പിന്നെ കുറെ മുത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടിട്ട് അത് മാറ്റി വെക്കാൻ പറയും. ഇങ്ങനെ ഫുൾ സ്ക്രീൻ ടൈം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം. പിന്നെ ഇപ്പോഴും ആള് തന്നെ ചെയ്യും. ആൾക്ക് വേണ്ടിയിട്ട് ഒരു ബണ്ടിൽ ഓഫ് വീട്ടിലെ വേസ്റ്റ് സാധനങ്ങൾ മുഴുവൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഐസ്ക്രീം ഒക്കെ തിന്നു കഴിഞ്ഞാൽ ഐസ്ക്രീമിന്റെ ഇതൊക്കെ എടുത്ത് വെച്ച് പെയിന്റ് ചെയ്തിട്ട് ആൾക്ക് ബുക്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കും ഓരോ ഷേപ്സ്. പിന്നെ ഐസ്ക്രീമിന്റെ രണ്ട് സൈഡിലും സ്റ്റിക്കിന്റെ രണ്ട് സൈഡിലും കളർ ചെയ്തൊക്കെ വരച്ചു കൊടുക്കും. എന്നിട്ട് ഇത് മാച്ച് ചെയ്യാൻ പറയും. കളർ ഐഡന്റിഫൈ ചെയ്ത് മാച്ച് ചെയ്യും. അതിൽ തന്നെ ട്രയാങ്കിള് സർക്കിളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഷേപ്സ് നമ്മളിങ്ങനെ ഒരു റോബോനെ പോലെ ഷേപ്സ് വെച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഐസ്ക്രീം പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഷേപ്സ് ഒക്കെ ആൾ അതിൽ നിന്ന് തന്നെയാ പഠിച്ചത്. തനിയെ ചെയ്താ പഠിച്ചത്. ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ പറയുന്നത് പെട്ടെന്ന് കേൾക്കും. താങ്ക് യു മാം. ശില്പ വർക്കിംഗ് ആണോ? വീട്ടിലിരുന്ന് ഓൺലൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. സേവന കേന്ദ്രം എന്ന് പറഞ്ഞിട്ട്, സൗമിത്ര സേവന കേന്ദ്രം. ഓക്കെ. ഇത്രയും ക്ലാസ് എടുത്തതിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഒരു മാം ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ പലതരം ആക്ടിവിറ്റീസ് ഒക്കെ ചോദിക്കാറുണ്ടെങ്കിലും ജസ്റ്റ് 1 or 2 അത്രേ ഉള്ളൂ കുട്ടികൾ എക്സ്പ്ലെയിൻ ചെയ്യാറ്. ഇത് യു ജസ്റ്റ് നെയിൽഡ് ഇറ്റ്. വെരി ഗുഡ് ശില്പ. ഒരു 2 മാസം കൊണ്ട് ആള് മാക്സിമം ഇപ്പൊ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്ത് ഒരു 100ഓളം തന്നെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് ആളുടെ. ആൾക്കും ഇഷ്ടമാണ് വീഡിയോസ് ഒക്കെ എടുക്കാൻ. അമ്മ വീഡിയോ ആളിപ്പോ കാണുന്നുണ്ടെങ്കിൽ സ്വന്തം വീഡിയോയെ കാണുന്നത്. ഫോൺ കൊടുത്താലും നോ പറയും. ഒരു കാർട്ടൂണും എടുക്കുമ്പോ നോ പറയും. എന്നാലും ഇടയ്ക്കൊക്കെ കാർട്ടൂൺസ് ഒക്കെ കാണും. അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മാത്രമേ കാണുള്ളൂ. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് മാത്രമേ, യൂട്യൂബ് ആണെങ്കിൽ റീൽസ് മാത്രമേ കാണുള്ളൂ. വീഡിയോസ് കാണുന്നത് മാക്സിമം നോ പറയും. നീ കണ്ടോ, പക്ഷെ വീഡിയോസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാർട്ടൂൺ വീഡിയോസ് ഒന്നും കാണാണ്ട് മറ്റുള്ള വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. റിയലി പ്രൗഡ് ഓഫ് യു ശില്പ. അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞു എല്ലാവരും കുട്ടികളുടെ മുന്നിൽ വഴക്കിടരുതെന്ന്. ശരിയാണ്, കുട്ടികളുടെ മുന്നിൽ വഴക്കിടരുത്. പക്ഷെ അതോടൊപ്പം തന്നെ കുട്ടികളെ കാണാണ്ട് സ്നേഹം പ്രകടിപ്പിക്കരുത്. വഴക്കിട്ട് കഴിയുമ്പോൾ ഇവരുടെ മൈൻഡിൽ അത് മാത്രമേ നിൽക്കുള്ളൂ. അപ്പൊ അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും വഴക്കാ. നമ്മള് സ്നേഹം അവരുടെ മുന്നിലും പ്രകടിപ്പിക്കണം. വഴക്കിടുന്നതിന്റെ ഒപ്പം തന്നെ അച്ഛനും അമ്മയും ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ഹാപ്പിയാണ് എന്നുള്ളത് അറിയണം പിള്ളേര്. എന്റെ ഒപ്പീനിയൻ ആണ്. വെരി ഗുഡ് ശില്പ. ഇനി ശില്പ പറഞ്ഞത്. ശില്പ ശില്പ കൊള്ളാട്ടോ. നൈസ് സ്ട്രാറ്റജി. ഓക്കെ, സോറി. അതാരാ? ഓക്കെ, പറഞ്ഞോളൂ. പേരെന്താ? ഇതുപോലുള്ള എക്സ്പീരിയൻസ് അതിന് ഷെയർ ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും? നിങ്ങളുടെ കമ്മിങ് ചാപ്റ്റേഴ്സിൽ ഇതേപോലെ മോണ്ടിസോറി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. നേരത്തെ ശില്പ ഷെയർ ചെയ്തില്ലേ, മുത്തുകൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ പോറിംഗ് വാട്ടർ ഒക്കെ. ഇതൊക്കെ ഓരോ ആക്ടിവിറ്റീസ് ആണ് കുട്ടികളുടെ ഡെവലപ്മെന്റിന്, മോട്ടോർ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന പലതരം ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ കമ്മിങ് ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഓക്കെ, ഇതേപോലെ ഷെയർ ചെയ്യാനുണ്ടോ ഏതെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ? ജസ്റ്റ് ഷെയർ ഇറ്റ്. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വലുതാ, പിന്നെ എന്ത് ഷെയർ ചെയ്യാനാ. ഇപ്പൊ അവർക്ക് നല്ലതും ചീത്തയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നമ്മൾ വഴക്കിടുന്നോടത്തും ഒന്നും കാണിക്കുന്നില്ല. നമ്മളെ മുമ്പിൽ വഴക്കിടാറില്ല. കഴിയുന്നത് ഒഴിവാക്കും. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങ് നോക്കണ്. കുട്ടിക്കാലത്ത് ഇതൊക്കെ എന്ത് പറയാനാ ടീച്ചറെ, വലുതായി. ഓക്കെ. anybody? മാം, എനിക്ക് ഒരു 3 കുട്ടികളാണ്. അതില് ഏറ്റവും താഴത്തെ 2 പിള്ളേര് ചെറിയ കുട്ടികളാണ്. എന്റെ പേര് സിജി എന്നാണ്. സോറി, എന്റെ പേര് സിജി. അതെ. അതില് രണ്ടാമത്തെ കുട്ടി പെട്ടെന്നെല്ലാം സംസാരിച്ചു. പക്ഷെ മൂന്നാമത്തെ ആള് മോനാണ്. അവന് എല്ലാത്തിനും ലേറ്റ് ആയിരുന്നു. കമഴ്ന്നു പോവാനും ഒക്കത്തിനും ലേറ്റ് ആയിരുന്നു. 9ാം മാസത്തിലാണ് കമന്ന് പോയതൊക്കെ. അപ്പൊ എല്ലായിടത്തുനിന്നും ഭയങ്കര പ്രഷർ ആയിരുന്നു.
പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു 1-2 months, അതായത് 10 months എല്ലാം കമന്നു പോയിട്ട് 1 വയസ്സിനുള്ളിൽ അവൻ മുട്ടുകുത്തി കഴിഞ്ഞ് നടന്ന് എല്ലാം ഓക്കെ ആയി. വീണ്ടും അവൻ സ്ലോ ആയി. പക്ഷെ ലൈക്ക് എല്ലാം ചെയ്യും, പക്ഷെ അവന് സംസാരം കുറവായിരുന്നു. അപ്പൊ ഞാനൊരു 3 വയസ്സിന് മുന്നേ pre-KG ചേർത്തിയപ്പോഴാണ് ഡോക്ടറെ കണ്ടത്. അപ്പോ സ്പീച്ച് തെറാപ്പിയുടെ പോയപ്പോ അവര് പറഞ്ഞു ഗാഡ്ജറ്റ്സ് ഒക്കെ ഒഴിവാക്കാന്ന് പറഞ്ഞു. അവൻ മൊബൈൽ കാണില്ല, പക്ഷെ കാർട്ടൂൺ കാണുമായിരുന്നു, ഈ കൊക്കോമെലോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാർട്ടൂൺസ്. അപ്പൊ അത് ഭയങ്കര പാടായിരുന്നു, അത് ഭയങ്കര അഡിക്ഷൻ പോലെ ആയിരുന്നു, അത് നിർത്താൻ സമ്മതിക്കില്ലായിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു അത് സ്റ്റോപ്പ് ചെയ്യണം, അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ രണ്ടാമത്തെ മോളുടെ ഹെൽപ്പും കൂടി വാങ്ങിച്ച് TV അങ്ങ് അവോയ്ഡ് ചെയ്തു. എന്താ പറയാ, ഇടിവെട്ടില് TV പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 3 ദിവസം TV കണ്ടിന്യൂസ് ഇടാതെ വിട്ടു. പിന്നെ ഒരു 1 week കഴിഞ്ഞ് കഴിഞ്ഞപ്പോ TVയെ കുറിച്ച് ആള് മറന്നുപോയി. പിന്നെ ഫുള്ള് വീട്ടിലുള്ള നമ്മൾ പണ്ട് ചെയ്യുന്ന പോലെ ടോയ്സ് വെച്ചുള്ള കളി, അവരുടേതായ കളി, അച്ഛനമ്മ കളി, അങ്ങനത്തെ കളികളിലേക്ക് തിരിഞ്ഞു. പുറത്ത് സൈക്കിൾ ചവിട്ടലും അങ്ങനെയൊക്കെയായി. ഇപ്പൊ നന്നായി സംസാരിച്ചു തുടങ്ങി, ഫുൾ നന്നായി എല്ലാം സംസാരിക്കും, എല്ലാം ക്ലിയർ ആയി തുടങ്ങി. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ ചെറുപ്പത്തിലെ കുറെ കുട്ടികളെ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് മനസ്സിലാവും ഇപ്പൊ എന്തൊക്കെയാണെന്ന്. ഓക്കെ നിങ്ങൾ കമ്മിങ് ക്ലാസ്സിൽ കൂടുതൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ മാം. ഞാൻ അപ്പൊ ജസ്റ്റ് ഒന്ന് ചോദിക്കാം, ഈ ആക്ടിവിറ്റീസ് കുട്ടികളുടെ ഏതൊക്കെ ഡെവലപ്മെന്റ് ആയിരിക്കും ഇംപ്രൂവ് ചെയ്യുന്നത്? ഏതൊക്കെ മാറ്റങ്ങൾ കുട്ടികളിൽ സംഭവിക്കും? നേരത്തെ ശില്പ കുറെ ആക്ടിവിറ്റീസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? മെന്റൽ ഡെവലപ്മെന്റ്. സോറി, ഡെവലപ്മെന്റ്, മെന്റൽ എബിലിറ്റി ബ്രെയിൻ ഡെവലപ്മെന്റ്. ഒക്കെ ഇമ്പ്രൂവ് ആവും. വിഷ്ണുപ്രിയ, യെസ് മാം. വിഷ്ണുപ്രിയ പറയൂ, എന്തൊക്കെ ഡെവലപ്മെന്റ് കുട്ടികൾക്കുണ്ടാവും? മെന്റലി അവര് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടാവും. അവരുടെ കോൺസെൻട്രേഷന്റെ പവർ ഇംപ്രൂവ് ആവും അല്ലേ? അതെ. അതേപോലെ അവരുടെ അച്ചടക്കശീലം, ഒരു സാധനം എടുത്ത് അത് അതിന്റെ ഉള്ളിൽ തന്നെ ഇടണം എന്നുള്ള ഒരു ബോധം അവർക്കുണ്ടാവും. അതെ അതെ, വെരി ഗുഡ്. പിന്നെന്താ, അവർക്ക് ഇപ്പൊ മുത്തുകള് ശില്പ പറഞ്ഞ പോലെ മുത്തുകളൊക്കെ ഇടുമ്പോ അത് കൗണ്ട് ചെയ്തിടുമ്പോ അതിനനുസരിച്ച് അവരുടെ ഇന്റേണൽ സ്കില്ല് കൂടും. എഡ്യൂക്കേഷനിലായാലും ശരി, അവരുടെ ഡെവലപ്മെന്റ് അതിലും ഉണ്ടാവും. ഇമാജിനേഷൻ എങ്ങനെയായിരിക്കും? ഇമാജിനേഷനും വിഷ്വലൈസേഷൻ ചെയ്യാൻ അവർക്കൊരു പവർ കിട്ടും ശരിക്കും. അത് ഇമാജിൻ ചെയ്ത് ഒരു ചിത്രത്തിന്റെ ആയാലും ശരി, അത് എങ്ങനെ വരണമെന്ന് വിഷ്വലൈസ് ചെയ്ത് അവർക്ക് ചെയ്യാൻ ഉള്ള ഒരു കഴിവ് അവരുടെ ഉള്ളിൽ ഉണ്ടാവും. അതെ, വെരി ഗുഡ്. Can you hear me? Surya. Nitya? Anybody? കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യും. അതെ അതെ, ഇമിറ്റേറ്റ് ചെയ്യും അല്ലെ? ക്രിയേറ്റീവ് തിങ്കിങ്. ദെൻ മാം, ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ മോന് കാർട്ടൂൺസ് കാണുന്നു. അവൻ കാർട്ടൂണിലെ എല്ലാ റൈംസും പാടും, 1 2 3 10 വരെ പറയും, എല്ലാ ആൽഫബറ്റ്സ് ഒക്കെ പറയും. അത് ഫുള്ളും അതിന്ന് ഒബ്സർവ് ചെയ്തിട്ടാണ് അവൻ പറയുന്നത്. പക്ഷെ മലയാളം സംസാരം കുറവായിരുന്നു. അപ്പൊ നമ്മൾ എന്തെങ്കിലും മലയാളത്തിൽ ചോദിച്ചാൽ അവർ ഫുള്ള് ഇംഗ്ലീഷിലായിരുന്നു റിപ്ലൈ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത്. അപ്പൊ അവരെല്ലാം ഒബ്സർവ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതെ, കുട്ടികൾ എങ്ങനെയാ പഠിക്കുന്നത്? ഒബ്സർവ് ചെയ്താ പഠിക്കുന്നത് അല്ലേ? ദെൻ അവരുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും? അവരുടെ മോട്ടോർ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ആവും? ഓക്കെ, പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവും കുട്ടികൾക്ക്. ഓക്കെ ഓക്കെ. ദെൻ സോറി, നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ് ഒന്ന് ഡിസ്കസ് ചെയ്തത്. എന്തായിരുന്നു? ചൈൽഡ് വെൽഫെയറിലെ ഫസ്റ്റ് പോർഷൻ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഹെൽപ്പിംഗ് ആൻഡ് ഷെയറിംഗ്, ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ആവും. വെരി ഗുഡ്, വെരി ഗുഡ്.
ഓക്കെ. നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞ എന്താണ്? Well-being and protection of children. പിന്നെന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? They should be free from neglect and exploitation. അതെ അതെ. നെഗ്ലെക്ട്, എക്സ്പ്ലോയിറ്റേഷൻ, അബ്യൂസ്. പിന്നെ കുട്ടികളെ ചിൽഡ്രൻ എങ്ങനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം അല്ലേ? അവിടെ ഏതൊക്കെ പോയിന്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്? റെഗുലർ മെഡിക്കൽ ചെക്കപ്പ്, ന്യൂട്രീഷൻ, ഡയറ്റ്, പ്രൊട്ടക്ട് ന്യൂട്രീഷ്യസ് ഡയറ്റ്, എൻവയോൺമെന്റ്. Mental ability, ma'am. Mental ability. harmful Good family condition. കുട്ടികളെ ക്രിയേറ്റീവ് ഡെവലപ്മെന്റ് എങ്ങനെ ക്രിയേറ്റീവ് ആക്കാം? എങ്ങനെ കുട്ടികളെ ക്രിയേറ്റീവ് ആക്കാം? അവർക്ക് നല്ല നല്ല ആക്ടിവിറ്റീസ് ഷീറ്റ്സ് ഇല്ലേ, ഈ പേപ്പർ ടോയ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചാൽ അതുങ്ങളിൽ ക്രിയേറ്റിവിറ്റി ഒക്കെ കൂടൂലേ? Art and craft. മാം, നമ്മളൊരു കഥ പറഞ്ഞു കൊടുത്തിട്ട് അവരോട് ഒരു കഥ നമുക്ക് പറഞ്ഞുതരാൻ പറയാം. അപ്പൊ അവര് ആലോചിക്കും എങ്ങനെയാണ് ഒരു കഥ പറയേണ്ടതെന്ന്. അപ്പൊ നമുക്ക് നമ്മൾ പറയുന്നതെന്ന് അവര് പഠിച്ചെടുക്കും. അവര് ഓക്കെ സോറി. അല്ലെങ്കിൽ നമുക്ക് കുറച്ചതിലെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ, പസിൽ ഗെയിം. ഓക്കെ. സ്റ്റോറിയുടെ കാര്യം പറഞ്ഞ ആരായിരുന്നു? സ്റ്റോറി ഞാനാണ് മാം, സിജിയാണ്. കണ്ടിന്യൂ ചെയ്തോളൂ. എന്താണ്? അല്ല, നമ്മളിപ്പോ ഒരു സ്റ്റോറി പറഞ്ഞ് നമ്മൾ അവർക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പോ അവരോട് തിരിച്ച് നമുക്കൊരു കഥ പറഞ്ഞു തരാൻ പറയുന്നു. അപ്പൊ അവര് അവരുടേതായ ഭാവനയില് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കുട്ടികളോട് അല്ലേ? ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സ്റ്റോറി അതേപോലെ അവരുടേതായ ഭാവനയിൽ അവരോട് ഒരു കഥ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നമുക്ക് കുറച്ച് ക്യാരക്ടേഴ്സിന്റെ നെയിം പറഞ്ഞിട്ട് അവരോടൊരു സ്റ്റോറി ബിൽഡ് ചെയ്യാൻ പറയാം. അതെ, അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഇവിടെ. ഒരിടത്ത് അമ്മൂമ്മ ഉണ്ടായിരുന്നു, അങ്ങനെ മൊത്തത്തിൽ ചേർത്ത് വരത്തില്ല, എങ്കിലും നമുക്ക് മനസ്സിലാവും. പിന്നെന്തൊക്കെ ചെയ്യാം? മാം, പുറത്തുള്ള കുട്ടികളായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അവർക്ക് കൊടുക്കണം. വീടിന് ചുറ്റുപാടുള്ള കുട്ടികളായിട്ടുള്ള ഒരു ഇന്ററാക്ഷന് അവർക്ക് കൊടുക്കാം. നമ്മളെ അയൽവക്കത്തുള്ള കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാനുള്ള ഒരു അവസരങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കാം. അതെ, അവർക്ക് മിക്സ് ചെയ്യാനുള്ള ചാൻസസ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ? പിന്നെന്തൊക്കെയാ? നല്ല കാര്യങ്ങൾ ചെയ്ത് അവരെ അഭിനന്ദിക്കണം മാം. അവരെ പുറകോട്ട് വലിക്കാതെ അവരെ മുന്നോട്ട് നിർത്തുന്നത് അതാണ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല. അവര് നല്ലപോലെ ചെയ്തു, നീ അങ്ങനെ കമ്പയറിങ് പാടില്ല. വെരി ഗുഡ്. കമ്പയർ ചെയ്യരുത് കുട്ടികൾ അല്ലേ? അതെ. കമ്മിങ് ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ മാം, സിബ്ലിങ്സ് തമ്മിലുള്ള തല്ല് അവര് തന്നെ തീർത്തോളും. നമ്മളെ ഇടയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് പിന്നെ ബിഗ് ഇഷ്യൂ ആവും. എങ്ങനെ മാറ്റാം? ആരായിരുന്നു പറഞ്ഞത്? മാം, പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ സ്റ്റേജ് ഫിയർ ഒന്ന് മാറ്റിയെടുത്താൽ നന്നായിരിക്കും. ഒരു പ്രോബ്ലം ആണ് അതല്ലേ? നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ സ്റ്റേജ് ഫിയർ? ഇല്ല, നമുക്ക് കുട്ടികളെ വീട്ടിൽ തന്നെ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഇരിക്കുമ്പോൾ കുഞ്ഞിനെ മാറ്റിയെടുക്കും. കണ്ടിന്യൂ. ആരായിരുന്നു? നമ്മുടെ വീട്ടില് ഗ്രാൻഡ് പാരന്റ്സും പാരന്റ്സും എല്ലാരും കൂടി ഇരുന്നിട്ട് കുട്ടികളെ കൊണ്ട് നമ്മുടെ മുന്നിൽ ഇരുന്ന് അവരെ കൊണ്ട് ഓരോ കലാപരിപാടികൾ, പാട്ടോടം, ചെരച്ചോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യിക്കാം. അപ്പൊ അവർക്ക് അതൊരു ഇൻട്രസ്റ്റ് കയറും. അപ്പൊ അവര് പുറത്തു പോകുമ്പോ അവരെ അതെ. അതുപോലെ തന്നെ പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യിക്കാം. കാരണം വെച്ചാലേ ഒരു കാക്ക വന്നിട്ട് ഒരു ഇതിന്ന് വെള്ളം കുടിക്കണ്ടായിരുന്നു. അപ്പൊ കാക്കയ്ക്ക് അതിന്ന് വെള്ളം കിട്ടണില്ല. അപ്പൊ മോൻ എന്ത് ചെയ്തു, ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അവനത് അവിടെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അപ്പൊ അവര് നമ്മൾ പറയുന്ന ആക്ടിവിറ്റികൾ മാത്രല്ലാണ്ട്
ചുറ്റുപാടുള്ള കാര്യങ്ങളും അവർക്ക് പഠിപ്പിക്കാൻ അവരെ പഠിപ്പിക്കാൻ. അതിപ്പോ ഞാൻ പറഞ്ഞിട്ടല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരണം അല്ലേ? വെള്ളം കിട്ടാണ്ട് എന്റെ മോന് Think ചെയ്യാൻ പഠിക്കണം. 5ലാണ് പഠിക്കുന്നത്, ചെറിയ കുട്ടിയല്ല. അപ്പൊ അവന് കണ്ടപ്പോ അവർക്ക് അതൊരു ഇത് തോന്നി. അപ്പൊ പിന്നെ അവൻ എന്ത് ചെയ്ത് മതിലിന്റെ എല്ലാ മൂലയിലും പാത്രങ്ങളിൽ വെള്ളം കൊണ്ട് വെച്ചു കൊടുത്തു അവൻ. ആള് പക്ഷെ ഭയങ്കര കുറുമ്പനാണ്, അത് വേറെ കാര്യം. പക്ഷെ എല്ലാവരോടും പെരുമാറാനും ഞങ്ങളുടെ ഇതിൽ എല്ലാവരും മുതിർന്നവരെ കണ്ട സലാം പറയാനൊക്കെ നല്ലതാണ് മൂപ്പരാള്. പക്ഷെ അതിൻ്റെതായ കുറുമ്പും വികൃതിയും ഒക്കെ അവന്റെ കയ്യിലുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയാണ് ക്രിയേറ്റിവിറ്റി നമുക്ക് കൂട്ടാൻ കഴിയുന്നത്? ഇതൊക്കെ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്താം. മാം ഒരു കാര്യം ഉണ്ടായി. കാരണം എന്താന്ന് വെച്ചാല് ചെറിയ മോള് ഫുഡ് വേസ്റ്റ് ആക്കി. അപ്പൊ അവര് ഈ ന്യൂസിലൊക്കെ മറ്റേ ഗാസ അവിടുത്തെ ഫുഡ് ഇല്ലാണ്ട് പിള്ളേര് കിടന്ന് ബുദ്ധിമുട്ടുന്നതും കാര്യങ്ങളൊക്കെ ഇതായല്ലോ. അപ്പൊ എന്നിട്ട് മോള് ചെറിയ ആളോട് പറഞ്ഞു കൊടുക്കണേ, എത്ര കുട്ടികൾ ഭക്ഷണം ഇല്ലാണ്ട് ഇരിക്കുന്നെന്ന് അറിയാം, നീ ഇങ്ങനെ ഫുഡ് വേസ്റ്റ് ആക്കരുതിട്ട ഉണ്ണിയെന്ന് പറയാ മോന്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് കൂടുതലാണ് മൂപ്പികൾക്ക്. അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ. അതേപോലെ വയസ്സായി കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കേൾക്കും. നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും പുറമുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും അത് അവന് ഉൾക്കും. അവനത് അവർക്ക് സാധിച്ചു കൊടുക്കും. അത് അങ്ങനെ ഒരു ഇത്. മോന്റെ പേര് മുഹമ്മദ് റിസാൻ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് ബോയ്. ഓക്കെ, മാം പിന്നെ കുട്ടികളിൽ എണ്ണല് പഠിപ്പിക്കാനായിട്ട് ഈ അബാക്കസ് മറ്റേ മുത്തുകൾ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ എണ്ണല് പഠിപ്പിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. മിസ്സേ കുറച്ചു നേരമെങ്കിലും അവരെ മണ്ണിൽ കളിപ്പിക്കണം. അവർ ആ മണ്ണുമായിട്ട് ഇതാവാനായിട്ട് എന്തെങ്കിലുമൊക്കെ. അപ്പൊ അവര് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ മണ്ണിലെല്ലാം കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കളിച്ചോളൂ. അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. കുപ്പിയില് പിന്നെ എന്റെ മോൻ അംഗനവാടി ഞാൻ പറയാം. പേരെന്താ? മോന്റെ കാര്യം പറഞ്ഞത് ആരാ അംഗൻവാടിയിലെ? മാം ഞാനായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ഒന്നും ഈ ഉരുള ഉരുട്ടി കഴിക്കാൻ അറിയില്ലായിരുന്നു. അംഗനവാടി പോകുമ്പോ അവര് കഞ്ഞിയും ഈ സ്പൂണുമായിരുന്നു. അവസാനം ഞാൻ എന്ത് ചെയ്ത് ഈ മണ്ണിൽ കൊണ്ടുപോയി മണ്ണ് ഉരുള ഉരുട്ടി പിടിച്ച് കാണിച്ചതിന് ശേഷമാണ് അതങ്ങ് പിടിച്ച് തിന്നാൻ തന്നെ പഠിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ശീലമൊക്കെ ഒന്ന് ശീലിപ്പിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് നന്നായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികളിൽ അങ്ങനത്തെ ശീലമൊക്കെ ഉണ്ട്. നമ്മളൊക്കെ എങ്ങനെയാ വളർന്നു വന്നതല്ലേ? മണ്ണിലും മഴയത്തൊക്കെ കളിച്ചാണല്ലേ? അതെ, നമ്മൾ മണ്ണപ്പം ചുട്ട് കളിച്ചുമൊക്കെയാണ് നമ്മൾ വലുതായത്. ഇപ്പോഴത്തെ കുട്ടികളോ കാർട്ടൂൺ കണ്ടാണ് വളരുന്നത്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് എന്ത് കഴിക്കണമെങ്കിലും പ്രതിരോധ ശക്തിയും കുറവുണ്ട്. അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും ഇത് നടന്ന കാര്യം നമുക്ക് അന്ന് അസുഖങ്ങൾ ഉണ്ടല്ലോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് മഴ പൊടി എന്ന് പറയുമ്പോഴത്തേനും അവർക്ക് അസുഖങ്ങൾ വരുന്നത്. കാരണം വെച്ചാൽ നമ്മൾ അതിലേക്ക് ഇറക്കി അവരെ അത് ഇതാക്കണില്ല. അത് കാരണമാണ് മെയിൻ ആയിട്ട്. ഡോക്ടർമാർ തന്നെ പറയും നിങ്ങൾ കുട്ടികളെ പുറത്തേക്ക് വിട്, മണ്ണിലേക്ക് വിട്, അവർ കളിക്കട്ടെ എന്നാ പറയാ. നമ്മൾ പക്ഷെ പേടിച്ചിട്ട് വിടില്ല അവരെ തന്നെ. പൊടിയായാലും ഇപ്പോഴത്തെ കുട്ടികൾ ചോറും ഫോണും. ഓക്കെ, ആരായിരുന്നു ഷെയർ ചെയ്തത്? ചോറും ഫോണുമാണ് ഇപ്പോഴത്തെ കുട്ടികൾ. ഫോൺ കണ്ടാലേ കുട്ടികൾ ഫുഡ് കഴിക്കുള്ളൂ അല്ലേ? ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ലേ? മാം എന്റെ മോള് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പുള്ളിക്കാരി ഒരു കൊച്ചു മൃഗസ്നേഹിയാണ്. വീടിന് ചുറ്റുവട്ടത്തുള്ള പട്ടികള്, പൂച്ചകള് ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതും അവരെ പരിപാലിക്കുന്നതൊക്കെ പുള്ളിക്കാരിയാ. ഇവർക്കൊക്കെ അവളോട് പ്രത്യേക ഒരു സ്നേഹവുമാണ്. നമുക്ക് പേടി തോന്നും, കാരണം ഇവര് സ്നേഹം കാണിക്കുമ്പോഴത്തേക്ക് ഉപദ്രവിക്കുവോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷെ അവർ തമ്മിൽ അതില്ല. ഇവളെ സ്കൂളിൽ പോവാനായിട്ട് നമ്മുടെ വീടിന് കുറച്ച് നടന്ന ജംഗ്ഷനിൽ എത്തുന്നത്. അതുവരെ ഇവരാരെങ്കിലും കൂടെ ഉണ്ടാവും. നമ്മൾ വളർത്തുന്ന പട്ടികളല്ല. നമ്മുടെ ഏരിയയില് ആൾക്കാരെ ഉപേക്ഷിച്ചിട്ട് ഈ ഭക്ഷണം തേടി വന്ന് ഇങ്ങനെ കിടക്കുന്നവരാ. അപ്പം ജംഗ്ഷനിലേക്ക് പോകുമ്പോ ഇവള് അവിടെ ചെന്ന് നിൽക്കുന്നത് വരെയും അവളുടെ കൂടെ ഏതെങ്കിലും ഒരു നായ്ക്കുട്ടിയോ ആരെങ്കിലും ഒരാളുണ്ടാവും. അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കും. അവളുടെ വാൻ വന്ന് അവൾ കയറിപ്പോയ ശേഷമാണ് അത് മടങ്ങി വരുന്നത്. നമ്മള് അപ്പൊ അതുപോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വഴക്ക് പറയും, കാരണം നമ്മുടെ പേടി കൊണ്ടാണ്. കാരണം ഇവര് എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. കേൾക്കുന്നതാണ് സ്ഥിരം അല്ലേ? അതെ. അപ്പം നമ്മൾ വളർത്തുന്നതല്ല, നമ്മൾ അവർക്ക് ഇതുപോലുള്ള എന്തോ ഇമ്മ്യൂണൈസേഷനോ ഉള്ള കാര്യങ്ങളൊന്നും കൊടുക്കുന്നതല്ല. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടെങ്കിലും ഇവര് ഒരു
എന്താ നമ്മൾ മൃഗങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു തരും എന്ന് പറയുന്നത് ഇതിനകത്തൊരു വലിയൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മക്കളോട് പറയും അവരെ കളിപ്പിച്ചോ കുഴപ്പമില്ല, പക്ഷെ നമ്മളുമായിട്ട് അധികം എന്താ ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കയറുവോ അങ്ങനെ പിടിക്കുക അതിനുള്ള ഒരു അവസരം കൊടുക്കരുതെന്ന് പറയും. മിക്ക കുട്ടികൾക്കും പട്ടികളൊക്കെ കാണുമ്പോൾ പേടിയാണ്. ഇവര് പട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിലേ പോവത്തില്ല, ഒരാൾ കൂട്ടുണ്ടെങ്കിലേ പോകൂ. അപ്പൊ നമ്മുടെ ഏരിയയിൽ ഇപ്പം എന്റെ വീട്ടില് മക്കള് പുറത്തു പോകുമ്പോ എനിക്ക് ഒരു പേടിയില്ല. അവർക്ക് കുറച്ച് നല്ലതാണ്, കാരണം സഹജീവികളോട് കരുണ കാണിക്കുന്നതൊക്കെ ഒരു നല്ലൊരു ഹാബിറ്റ് ആണ്. എങ്കിലും ചില സമയത്ത് നമുക്കൊരു പൂച്ചയാണ്. പൂച്ചകളുണ്ട്. ഇതൊന്നും പക്ഷെ കാര്യം നമ്മൾ ഇതൊന്നിനെയും വളർത്തുന്നതല്ല, നമ്മൾ വീട്ടിൽ വളർത്തുന്നതല്ല. വീട്ടിൽ വളർത്തുന്നതല്ലാത്തത് കൊണ്ട് നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് നമ്മൾ ഇഞ്ചക്ഷനും കാര്യങ്ങളും വാക്സിനേഷൻ ഒക്കെ കൊടുക്കുമല്ലോ. അപ്പൊ അവരിൽ നിന്ന് നമുക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, എന്തേലും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇത് അവളോട് പറഞ്ഞാലും അവക്ക് നമ്മളുള്ള സമയത്ത് ചിലപ്പോ ഒന്ന് മാറി നിന്നാലും നമ്മൾ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, അപ്പൊ ഞങ്ങൾ ഇല്ലാത്തപ്പം അപ്പുറം ഇപ്പുറം വീട്ടുകാർ പറയാറുണ്ട് ഫുൾ ടൈം ഇവരുടെ കൂടെയാണ് ഓട്ടവും കളിയും. അതുകൊണ്ട് നല്ല എക്സസൈസ് ആണ് വീട്ടിലിരിക്കുന്നെങ്കിലും. അതെ അതെ. ഓക്കെ. നമ്മൾ ചെറിയൊരു പോർഷൻ മാത്രമാണ് ഇന്ന് കവർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ മീറ്റ് ചെയ്യണേ? അതെ മാം. മാഡത്തിന്റെ പേരെന്തായിരുന്നു? അടിപൊളിയായിരുന്നു മാം. ആദ്യമായിട്ട് ഇത്ര ഇന്ററാക്ട് ചെയ്തുള്ള ഒരു ക്ലാസ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നല്ല ആക്റ്റീവ് ആണ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. മാമിന്റെ പേരെന്താണ്? ക്ലാസ്സിൽ നമുക്ക് എന്താണെന്ന് അറിയില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വന്നോ കേട്ടോ. എനിക്ക് ഇതേപോലെ മാമിന്റെ നമ്പർ തരാമോ മാം? താങ്ക് യു മാം. 97 മാമിന്റെ ഫോൺ നമ്പർ വാട്സാപ്പ് ഇട്ടേക്കോ? താങ്ക് യു. താങ്ക് യു.